കഴുത്തിലാണ് കാണാൻ വരുന്നവരൊക്കെ പൊന്നു വേണം പണവും വേണം ഞാനിടത്തൊന്നും കളിയാടട്ടെ വടക്കം വലത്ത് വാഴുന്ന പൊന്നു ഭഗവതിയെ ഞാനിടത്തൊന്നും കളിയാടട്ടെ പള്ളി വാഴും ഭദ്രവട്ടവുമായി നീ തിരുമുന്നിൽ വന്നു കളി തുടങ്ങ അങ്ങനെ പള്ളി വാഴ
ജീവിതത്തിലുള്ള തുടക്കം. അപ്പോൾ ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ കയ്യടി പ്രോത്സാഹനം ഉണ്ടാകും. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ചെറിയ മിമിക്രി വൺ മാൻ ഷോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Thank you very much. ഒരു കുതിരക്കുളമ്പടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ജയൻ സിനിമയിലെ പഴയ ഒരു കുതിരക്കുളമ്പടി. നിൽക്കാം. പഴയ കാലത്തെ ഒരു ജയൻ സിനിമയിലെ കുതിരക്കുളമ്പടി ഇങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തിയേറ്ററിലെ DTS സംവിധാനം വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലേക്കാണ് ഈ കുതിരക്കുളമ്പടി മാറുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ DTS കുതിരക്കുളമ്പടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൈയടിക്കണം. കൈയടിയാണ് എൻ്റെ ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ കുതിരക്കുളമ്പടി. Thank you very much. അപ്പൊ ഈ കുതിരക്കുളമ്പടി പോലെ തന്നെയാണ് തമിഴ് സിനിമയിലെ പഴയ കാലത്തെ തമിഴ് സിനിമയിലെ കുതിരക്കുളമ്പടിക്ക് വേറൊരു താളമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഒരാൾ മരിച്ചാൽ പോലും അത് വളരെ ആഘോഷമായിട്ട് കൊട്ടും പാട്ടൊക്കെ ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തായാലും തമിഴ്നാട്ടിലെ തമിഴ് സിനിമയിലെ പഴയ കുതിരക്കുളമ്പടിക്ക് അതിൻ്റെ ഒരു താളമുണ്ട് അല്ലെ. ശിവാജി ഗണേശൻ സാറിന്റെ കാലഘട്ടത്തിലെ ഒരു പഴയ ഒരു തമിഴ് സിനിമയിലെ കുതിരക്കുളമ്പടി ഞാൻ അവതരിപ്പിക്കും. ഈ കുതിരക്കുളമ്പടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ കുതിരക്കുളമ്പടി താളത്തിനൊപ്പം നിങ്ങൾ കൈയടിക്കുകയാണെങ്കിൽ ഇതിന് മാറ്റം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലെ ആ താളത്തിലുള്ള കുതിരക്കുളമ്പടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Thank you very much. പഴയ തമിഴ് സിനിമയിലെ കുതിരക്കുളമ്പടി. അപ്പൊ എന്തായാലും പഴയ സിനിമ തിയേറ്ററുകൾ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. കാരണം ഇന്ന് നമ്മൾ സാറ്റലൈറ്റ് വഴിയാണ് നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുന്നതെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടിരുന്നത് ഈ വെള്ളിയാഴ്ച ദിവസം ഫിലിം പെട്ടി വരുന്നത് കാലത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കണം. സിനിമ റിലീസാകുമ്പോൾ ഈ ഫിലിം പെട്ടി വന്നു കഴിഞ്ഞാൽ അത് പ്രൊജക്ടർ റൂമിൽ കൊണ്ടുപോയി പ്രൊജക്ടറിൽ ഫിറ്റ് ചെയ്ത് പ്രൊജക്ടറുമായിട്ട് ഫിലിം ബന്ധപ്പെട്ട് ഓടുമ്പോഴാണ് സ്ക്രീനിൽ സിനിമ വരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ AC-യിലേക്ക് കടന്നു തന്നാൽ പക്ക പിക്ചർ ക്ലാരിറ്റി ശബ്ദമൊക്കെ ആയിട്ട് നമുക്ക് DTS-ന്റെ ബഹളമയത്തോടുകൂടി തന്നെ സിനിമ കാണാം. അന്ന് പഴയ ആ സിനിമാ തിയേറ്ററിന്റെ ഓർമ്മകളിലേക്ക് ഞാനൊന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പഴയകാലത്തെ ആ സിനിമാ തിയേറ്ററിലെ ഫിലിം പെട്ടി പ്രൊജക്ടറിൽ ഫിറ്റ് ചെയ്ത് ഫിലിം ഓടുമ്പോൾ ആ പ്രൊജക്ടറിന്റെ ഒരു ശബ്ദമുണ്ട്. പുറകുവശത്തൊക്കെ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ട ആളുകൾക്ക് പഴമക്കാർക്ക് ആ ശബ്ദം പരിചയം ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റാണ് തോന്നിയാൽ നിങ്ങൾ കൈയടിക്കാൻ മറക്കരുത്. പഴയ ആ ഫിലിം പെട്ടി നമുക്കറിയാം, അതൊന്ന് ഓടിച്ച് നോക്കാം. പ്രൊജക്ടറിൽ ഇട്ടിട്ട് ആ ശബ്ദം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൈയടിക്കാം. പഴയ ഫിലിം പെട്ടി നമുക്കറിയാം, ഇരുമ്പിന്റെ തുരുമ്പൊടിച്ചൊരു പെട്ടിയാണ്. ഈ പെട്ടി തുറക്കുമ്പോൾ തന്നെ ഒരു അപശബ്ദമാണ്. ഈ പെട്ടി ഒന്ന് തുറന്ന് നമുക്ക് പ്രൊജക്ടറിൽ ഫിറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഓടിച്ചു അല്ലെ. അപ്പോൾ അന്ന് സിനിമ അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇന്ന് നമ്മളൊരു സിനിമാ തിയേറ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച സിനിമയിൽ മറിച്ച് വരാൻ പോകുന്ന ഏതെങ്കിലും സിനിമയിലെ ട്രailer-ഒക്കെ DTS-ന്റെ പരസ്യമൊക്കെ ആയിരിക്കും. അതിനു മുമ്പ് നമ്മൾ കേരളത്തിലെ സിനിമ കാണുമ്പോൾ ഈ പുകവലിക്കുന്നവരും പാൻപരാഗ് മുറുക്കുന്നവർക്കൊക്കെ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അല്ലെ. ഈ പുകവലിക്കുന്നവരൊക്കെ ആ മെസ്സേജ് കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ കയറാറ് സാധാരണ. ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശ്വാസകോശ സ്പോഞ്ച് പോലെയാണ്. ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലെൻസ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ലെൻസിൽ അടങ്ങിയിരിക്കുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളം വരും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി
ഇത്തരത്തിലുള്ള പരസ്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ സിനിമ കാണുന്നതിലും ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് DTSന്റെ പരസ്യം കാണിക്കും. പത്രത്തിലുള്ള DTSന്റെ പരസ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ഒരു DTSന്റെ പരസ്യം. ഇത്തരത്തിലുള്ള DTSന്റെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇവിടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല, അല്ലെ? എല്ലാവരും ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെ? നമ്മുടെ കാതിൽ നിന്നും ആ യാത്ര കഴിഞ്ഞാലും ആ ശബ്ദം പോകില്ല. അപ്പൊ അടുത്തത് നമ്മൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രെയിനിന്റെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ട്രെയിനിന്റെ ട്രെയിൻ യാത്ര ചെയ്താലും നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രാക്കിൽ കൂടി വേറൊരു ട്രെയിൻ ഫാസ്റ്റായിട്ട് കിടന്നു വന്നു. വേറൊരു ട്രെയിൻ ഫാസ്റ്റായിട്ട് കയറി വന്നാൽ നമ്മളിരിക്കുന്ന ട്രെയിനിന്റെയും ഈ നേരെ വരുന്ന ഫാസ്റ്റായിട്ട് പോകുന്ന ആ ട്രെയിനിന്റെയും ശബ്ദം ഒരുമിച്ച് നമുക്കൊന്ന് കേട്ടോക്കാം. Thank you very much. അപ്പോൾ ഈ ആഘോഷ പരിപാടികളിലൊക്കെ സംഭവം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കണ്ണിനും കാതിനും ഒരുപോലെ ഉയർന്നേക്കുന്ന ഒരു സംഭവമാണ് വെടിക്കെട്ട്. ഇവിടെ ഈ ആഘോഷ പരിപാടിക്ക് ഒരു മിനി വെടിക്കെട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന ഒരു മിനി വെടിക്കെട്ട്. Thank you very much. അപ്പൊ ഇനി താരങ്ങളുടെ ശബ്ദാനുകരണമൊക്കെ ഒരുപാട് പേരെടുത്ത് നമ്മൾ കാണുന്നതാണ്, അല്ലെ? സിനിമാ താരങ്ങളുടെ ശബ്ദാനുകരണം ആരെങ്കിലും വേണോ? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം. വേണം. ഓക്കെ. ഇത് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലേക്കാണ്. ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട് പ്രോത്സാഹിപ്പിച്ച ഒരു സിനിമയാണ് നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് അഭിനയിച്ച തട്ടത്തിൻ മറയത്ത് എന്ന സൂപ്പർ ഹിറ്റ് മലയാള സിനിമ. ഈ സിനിമ കണ്ടവർ എത്ര പേരുണ്ടെന്ന് കൈവക്കാവും? തട്ടത്തിൻ മറയത്ത് ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട്, അല്ലേ?
അപ്പോൾ ഈ തട്ടത്തിൻ പറയത്തിലെ നിവിൻ പോളി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മൾക്ക് ഞാൻ അനുകരിക്കല്ല, ആ ഡയലോഗ് അടുത്ത ഐറ്റത്തിന് വേണ്ടി ഒന്ന് പറയുകയാണ്. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാനും ആയിഷയും മെല്ലെ അങ്ങ് നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റ് ആയിഷയുടെ തട്ടത്തിലും മുടിയിലും ഒക്കെ തട്ടിത്തെറിപ്പിച്ച് അങ്ങ് പോയി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് വരുന്നോറും പെണ്ണിന്റെ ചന്തം കൂടിക്കൂടി വന്നു. ഈ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സിനിമ ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയിൽ ഒരുപക്ഷെ അഭിനയിക്കുന്ന നിവിൻ പോളിക്ക് പകരം നസീർ സാറോ ഉമ്മർ സാറോ സത്യനൊക്കെ ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ 60 വർഷങ്ങൾക്ക് മുമ്പ് പിടിക്കുന്ന ഈ തട്ടത്തിൻ മറയത്തെന്ന സിനിമയിലെ നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ മാസ്റ്ററാണ് നിവിൻ പോളിക്ക് പകരം നായകനായിട്ട് വരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ ഡയലോഗ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തായാലും സത്യൻ മാഷ് പറയുമ്പോൾ അതിന് ഇത്തിരി രസമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് സത്യൻ മാഷ് തട്ടത്തിൻ മറയത്തെന്ന സിനിമയിൽ നായകനാകുന്നു. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാനും സരളയും മെല്ലേക്ക് നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരാറുള്ള ഒരു പ്രത്യേകതരം മൂളക്കാറ്റ് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിപ്പിച്ചങ്ങ് പോയി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തേക്ക് വരുന്നോറും എൻ്റെ കൺട്രോൾ പോയിക്കൊണ്ടേയിരുന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാനൊരു കാര്യം തീരുമാനിച്ചു, മറ്റൊരു തെണ്ടിയുടെ ജീവിതത്തിലേക്ക് ഇവളെ വിട്ടുകൊടുക്കില്ല എന്ന്. ഓളെൻ്റെ അന്ന് ഓളെ തട്ടൊക്കെ ഇട്ട് വന്നാൽ എൻ്റെ മുന്നിൽ സാറേ എന്തൊരു ചീഞ്ഞ നാറ്റമായിരിക്കുമെന്ന് അറിയാവോ. അപ്പോ സത്യൻ മാഷ് ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഇനി നമ്മളത് ഇവിടെ ഈ പരിപാടിക്ക് വന്നപ്പോൾ പ്രത്യേകം നമ്മുടെ ദിലീപേട്ടനാണ് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ. അതായത് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് നാടകവേദികളിലൂടെ സിനിമകളിലൂടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ദിലീപ് മാള. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ആരെയും വെറുതെ വിടാൻ പാടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2 ഗിഫ്റ്റ്